പക്ഷേ ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ വീഡിയോ കോൾ വഴി സീമാജി നായർക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെയധികം അത്ഭുതപ്പെടുന്ന കാര്യമാണ്. കാരണം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ പോലെയുള്ള ഏതെങ്കിലും സാധാരണക്കാരനാണ് വന്ന് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ടിങ്ങും വീഡിയോ കോളിങ്ങും ഒക്കെ നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ പൊന്നോ, അന്നേരത്തേക്ക് എഴുതി തരും ഡിസ്ചാർജ്. അത് പോരാഞ്ഞ് കേസും രോഗികളുടെ പ്രൈവസി വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സെലിബ്രിറ്റികൾക്ക് ഇതൊന്നും കുഴപ്പമില്ലായിരിക്കും അല്ലേ? പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മാവന് അടുപ്പിലും കാര്യം സാധിക്കാൻ. അതായിരിക്കും ഇവിടെ നടക്കുന്നത്. രണ്ട് ഡൗട്ട് ഇവിടെ വരികയാണ്. അമ്മയെ പോലെ കാണണം കിച്ചുവിനെതിരെ അൻഷാദ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതേപോലെ തന്നെ രേണുസുതി സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ സത്യമാണോ എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ വീണ്ടും ബലപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ കിച്ചുവിന്റെ ഇമേജും ഇതോടുകൂടി തകരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീധുവിന് ശേഷം രേണുസുതിയുടെ മറ്റൊരു സുഹൃത്തു കൂടി രേണുവിന്റെ എതിർചേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റാരെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, അൻഷാദ് പാല എന്ന് പറയുന്ന രേണുവിന്റെ സുഹൃത്താണ് ഇപ്പോൾ രേണുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അൻഷാദിന്റേതായിട്ട് 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ 2 പോസ്റ്റുകളിലും അയാൾ പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണ്. അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ രേണു തനിക്കെതിരെ നിയമ നടപടിയുമായി രംഗത്ത് വരണമെന്നാണ്. സോ അങ്ങനെ അൻഷാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് നമുക്കറിയാം. ഇന്നലെ രേണുവിൻ്റെതായിട്ട് പുറത്തേക്ക് വന്ന ഒരു വീഡിയോ ക്ലിപ്പും അതേപോലെ തന്നെ ഒരു ഓഡിയോ ക്ലിപ്പും. സോ അൻഷാദ് ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സജീന ചേച്ചിയാണ് ഇവിടെ ചോദ്യചിഹ്നമായി മാറുന്നത്, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തി. മറ്റൊന്നുമല്ല, സജീന ചേച്ചിയുടെ ഒരു വോയിസ് നമ്മൾ ഈ അടുത്ത് കേട്ടായിരുന്നു. രേണു തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അൻഷാദ് പുറത്തേക്ക് വിട്ടൊരു വീഡിയോ കണ്ട ശേഷം താൻ രേണുവിന്റെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ രേണുവിന്റെ അച്ഛൻ പറഞ്ഞത് രേണു അങ്ങനെ ഒരു മണ്ടത്തരവും കാണിച്ചിട്ടില്ല, അവൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് രേണുവിന്റെ അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സജീന ചേച്ചി ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. സോ അൻഷാദ് ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ ഒരു ഡൗട്ട് വീണ്ടും ശക്തമാവുകയാണ്. രേണു അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തോ എന്ന്. അൻഷാദിന്റെ ഈ ഒരു നിലപാട് മാത്രമല്ല എനിക്ക് ഒരു സംശയം വരാൻ കാരണം, മറ്റൊരാളും കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രേണുസുതിയുടെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ജാസി. സോ ജാസിയുടെ ഒരു ബൈറ്റും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു സംശയം വന്നത്. നമുക്ക് എന്തായാലും ജാസിയുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കിച്ചുവിന്റെ വീഡിയോ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ കുറെ ചർച്ചകൾ വന്ന് രേണു ആത്മഹത്യ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അതിനെക്കുറിച്ച് സത്യമാണ്. കാരണം രേണുവിന് ഡെയിലി കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരാൾക്ക് എത്ര സഹിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു പീക്ക് സിറ്റുവേഷനിലാണ് രേണു ചേച്ചി ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്തും ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അയാളുടെ കമന്റ്സുകൾ വായിക്കുമ്പോൾ നമുക്ക് ആരായാലും എനിക്ക് രേണു സ്ഥലത്ത് ഞാനൊക്കെ ആണെങ്കിൽ എന്തോ ഞാൻ മരിച്ചു പോയത്. കാരണം നമുക്ക് പറ്റത്തില്ല. ഒന്നാമത് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന വീണ്ടും ഇതേപോലെ കുറെ പ്രശ്നങ്ങൾ നേരിടുന്ന അവർ സ്വന്തം മകനെ പോലെ കണ്ട ആൾക്കാരെ കയ്യിൽ നിന്ന് ആകുമ്പോൾ കുറച്ചുകൂടി അത് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. സോ ഇതാണ് ജാസി പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ ആകുമ്പോൾ അൻഷാദും ജാസിയും ഈ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് സജീന ചേച്ചി ഒരു പക്ഷേ രേണുവിന്റെ ഫാമിലി നിങ്ങളോട് കള്ളം പറഞ്ഞതായിക്കൂടെ? കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുള്ളൂ എന്നായിരിക്കും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വേറൊന്നുമല്ല, അല്ലെങ്കിൽ ജാസി ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞ ഒരു സത്യം നിങ്ങളുടെ അടുത്ത് മാത്രം വന്നപ്പോൾ മറ്റൊരു രീതിയിൽ അങ്ങനെ മാറി പറഞ്ഞു. അതായത് രേണു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം നിങ്ങളോട് മാത്രം എന്തുകൊണ്ട് ഈ പറയുന്ന രേണുവിന്റെ ഫാമിലി പറഞ്ഞു? അതിനകത്തൊരു സംശയമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളെ അവർക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ രേണുസുതിയുടെ അച്ഛൻ നിങ്ങളെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ഈ ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നത് തടയാണ്ട് ശ്രമിച്ചു. അതായിരിക്കും യാഥാർത്ഥ്യം. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത സജീന ചേച്ചി വരുത്തുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് അൻഷാദിനെ ഇത്രത്തോളം പ്രകോപിപ്പിക്കാനുള്ള സാഹചര്യം? നമുക്ക് അതൊന്ന് കണ്ടു നോക്കല്ലോ. രേണുവിൻ്റെതായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ അൻഷാദിനെ ഇത്രത്തോളം പ്രകോപിപ്പിച്ചത്. എന്തായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ടും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്. അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം AI ആണെന്ന്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ. ആരെയും ICUവിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. സോ ഇതാണ് രേണുവിന്റെ ആ ഒരു വീഡിയോ, അൻഷാദിനെ പ്രകോപിപ്പിച്ച ആ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അതായത് ഓക്കെ, സീമാജി നായരെ അകത്ത് കയറി കാണാണ്ട് അനുവദിച്ചില്ല, രേണുവിനെ കാണാൻ വേണ്ടിയിട്ട് സീമാജി നായരെ അനുവദിച്ചില്ല, അത് ഓക്കെ. പക്ഷേ ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ വീഡിയോ കോൾ വഴി സീമാജി നായർ കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെയധികം അത്ഭുതപ്പെടുന്ന കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ICUവിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് കയറാം. അത് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടി നഴ്സിന്റെ സമ്മതപ്രകാരമൊക്കെ കയറാം. അല്ലാതെ ഈ ഒരു ഫോൺ വീഡിയോ കോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കയറ്റുമോ എനിക്കറിയത്തില്ല. ഇപ്പൊ വന്ന് ഇതൊരു ഫാഷനായി മാറുകയാണോ? നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രഗ്നൻസി വീഡിയോ, അതായത് ഡെലിവറി എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, ലേബർ റൂമിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ നാളെ ഇവരൊക്കെ വല്ല സർജറിയും ചെയ്യുവാണെങ്കിൽ അതുവരെ ലൈവായിട്ട് ഇവർ വേണമെങ്കിൽ പുറത്തോട്ട് ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ICUവിനകത്ത് ഒരാളെ വീഡിയോ കോൾ വഴി മറ്റൊരാളെ കാണിക്കുന്നു. അതായത് അകത്ത് കിടക്കുന്ന പേഷ്യന്റിനെ പുറത്ത് നിൽക്കുന്ന ആളെ വീഡിയോ കോൾ വഴി കാണിക്കുന്നു. എന്തോന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? ഒരുത്തരാണെങ്കിൽ ക്യാമറയും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് നിന്നുകൊണ്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നു. മറ്റൊരിടത്ത് ICUവിനകത്ത് കിടക്കുന്ന രോഗിയെ പുറത്തുള്ള വ്യക്തിനെ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുന്നു. എന്തോന്നാടാ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ പോലെയുള്ള ഏതെങ്കിലും സാധാരണക്കാരനാണ് വന്ന് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ടിങ്ങും വീഡിയോ കോളിങ്ങും ഒക്കെ നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ പൊന്നോ, അന്നേരത്തേക്ക് എഴുതി തരും ഡിസ്ചാർജ്. അത് പോരാഞ്ഞ് കേസും, രോഗികളുടെ പ്രൈവസി വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഈ സെലിബ്രിറ്റികൾക്ക് ഇതൊന്നും കുഴപ്പമില്ലായിരിക്കും അല്ലേ? പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മാവന് അടുപ്പിലും കാര്യം സാധിക്കാൻ. അതായിരിക്കും ഇവിടെ നടക്കുന്നത്. എന്നാലും ഈ ഒരു വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം തന്നെ വേണം. കാരണം എന്തുകൊണ്ടാണ് ICUവിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തത്? ഇനിയിപ്പം അൻഷാദ് പറഞ്ഞത് ഇവർക്ക് വലിയ ഗൗരവപരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ലേ? വെറും ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടാണോ രേണു ICUവിൽ പോയി കിടന്നത്? ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ തോന്നാതില്ല. സോ എന്തായാലും അൻഷാദിൻ്റെതായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ആ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്കൊന്ന് കാണാം. ഒരു കാര്യം പറയട്ടെ, മനസ്സറിഞ്ഞ് ഒരാൾക്കും ഒരു സഹായവും ചെയ്യരുത്. അത് നമുക്ക് തന്നെ വിനയാവും. സത്യം കൈവശമുള്ളവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം പുറത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് ഒരുത്തി കുരയ്ക്കുന്നുണ്ട്. അവളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിന്റെ തന്തയ്ക്കാടി വട്ട്. വിഷയം ഇതായതുകൊണ്ട് ഞാൻ ഒന്ന് അയഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ നിന്നെയൊക്കെ എന്റെ പട്ടി പോലും പേടിക്കില്ല. നല്ലതാ. പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോഴത്തേക്ക് എഗൈൻസ്റ്റായിട്ട് വരുന്ന കേസുകളും കൂടി ഒന്ന് ഓർമ്മ വേണം. കാരണം മറ്റൊന്നുമില്ല, നീ പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോഴത്തേക്ക് അവരുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണും. കഴിഞ്ഞ ദിവസം തന്നെ നിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് കുറേയധികം കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനം വല്ല നീ വലിച്ച് പുറത്തിട്ട് കഴിയുമ്പോൾ അവർ കേസ് കൊടുത്ത് മുന്നോട്ട് പോകും. പിന്നെ ശിഷ്ടകാലം നീ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പറയുമ്പോൾ സുഖമാണ്, കേസ് കൊടുത്തോ തൻ്റെ ഇടപാട് ഞാൻ നേരിട്ടുള്ളതാണ്. ഒരു 3-4 വട്ടം കോടതി കയറി ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ കുളിരങ്ങ് മാറും. അതറിയണമെങ്കിൽ ഇടയ്ക്കൊന്ന് കോടതി കയറി ഇറങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ
ഒന്നിൽ നിന്നും പിന്മാറാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇതൊക്കെ ഞാൻ മെനഞ്ഞ കഥകൾ ആണെങ്കിൽ നിയമപരമായി തന്നെ എന്നെ നേരിടാമല്ലോ. എന്റെ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ. നീയൊക്കെ എത്ര കുറിച്ചാലും അവസാന വിജയം സത്യത്തിന് മാത്രമാണ്. അതെന്റെ കൂടെ ആണ് 100% കോൺഫിഡൻറ്റ്. സോ ഇതാണ് അൻഷാദ് പാലായുടേതായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഡൗട്ട് ഇവിടെ വരികയാണ്. അമ്മയെ പോലെ കാണണം കിച്ചുവിനെതിരെ അൻഷാദ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതേപോലെ തന്നെ രേണുസുതി സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഈ 2 കാര്യങ്ങളും സത്യമാണോ എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ വീണ്ടും ബലപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ കിച്ചുവിന്റെ ഇമേജും ഇതോടുകൂടി തകരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കോമൺ ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു കണ്ടന്റ് പറഞ്ഞങ്ങ് പോവുകയാണ്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ആരെയും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, ആരെയും വിമർശിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ.